ഇതിലെ ഏറ്റവും രസകരമായ കാര്യം, ഒട്ടേറെ കാലത്തിന് ശേഷം പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാകണം മമതാ ബാനർജി വളരെ സജീവമായി ഈ യോഗത്തിൽ പങ്കെടുത്തു. ഡൽഹിയിലെത്തിയ ശേഷം അവര് പാർലമെന്ററി പാർട്ടിയിൽ വിമതരായി നിൽക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്നവരുമായിട്ടൊക്കെ ചർച്ച നടത്താനൊക്കെ നോക്കി, ഒന്നും സംഭവിച്ചില്ല. അത് 28 അംഗ ലോക്സഭാ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും 20 പേർ വിട്ടുപോകാൻ പോകുന്നു എന്ന വാർത്തയുണ്ട്. അപ്പൊ യോഗം നടന്നുകൊണ്ടിരിക്കെയാണ് ഈ വിട്ടുപോകൽ ഉണ്ടായത്. അതേക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ EP ഉണ്ണി വരച്ച ഒരു കാർട്ടൂൺ ഉണ്ട്, ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മമതാ ബാനർജി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. ഇതാണ് അതിന്റെ ക്യാഷ് ലൈൻ. ഇതാണ്: പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ, മൈ പാർലമെന്ററി പാർട്ടി ഈസ് മിസ്സിംഗ്. എന്റെ പാർലമെന്ററി പാർട്ടിയെ കാണുന്നില്ല എന്നാണ് മമതാ ബാനർജി പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞത് എന്നാണ് ഗംഭീരമായ ഈ കാർട്ടൂൺ. ഈ കാർട്ടൂണിനകത്ത് തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ സൂചനയുണ്ട്. നമുക്കറിയാം, ഒരു മാസം മുന്നേ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗങ്ങളായ രാഘവ് ചദ്ദ, ഹർഭജൻ സിംഗ് ഉൾപ്പെടെ 7 പേർ രാജിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അത് പിളർപ്പ് എന്ന് അവകാശപ്പെടുന്നു. എന്തായാലും ഉപരാഷ്ട്രപതി അത് അംഗീകരിച്ചു. നിയമപരമായി അതിൽ തർക്കമുണ്ട്. അവര് BJP-യിൽ എത്തി. പിന്നാലെ ഇനി സംഭവിക്കാൻ പോണ് 28 അംഗ ലോക്സഭ പാർട്ടി മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭയിലും അംഗങ്ങളുണ്ട്. അതും പിളരാൻ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.